സാധാരണ നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഒരു പ്രസവ മുറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു ഓർമ്മയായിട്ടായിരിക്കും അല്ലേ? കാരണം ചുറ്റും നിൽക്കുന്നത് മാസ്ക് ഇട്ട ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ, ഒരു അടഞ്ഞ മുറി, ഇരുണ്ട വെളിച്ചം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ഓർമ്മയായിരിക്കും അല്ലേ വരിക എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് ലേബർ സ്വീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പേടിക്കാൻ ഒന്നുമില്ല. എല്ലാ തരത്തിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഹലോ എവ്രിവൺ, ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പണ്ടൊക്കെ ഇഞ്ചക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഇന്ന് 6.5 മാസം പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ ഒരു ഫേസിലേക്ക്, ഇങ്ങനെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലും ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാലും ഇതൊന്നും കേട്ട് പേടിക്കണ്ട എന്നുള്ളൊരു ഫേസിലേക്ക് ഞാൻ എത്താൻ സഹായിച്ചെന്ന് പറയുന്നത് ഒരുപാട് ഡോക്ടർമാരുമായിട്ടുള്ള നമ്മുടെ ഒരു പരിചയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ വളരെ ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആക്കാൻ നിങ്ങളെ 100% സഹായിക്കുന്ന ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂരിലുള്ള ലേബർ സ്വീറ്റ് റൂമിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. നിങ്ങളെ വിശദമായി കാണിച്ചു തരാൻ വരൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലേബർ സ്വീറ്റ് റൂം. പലരും ഇതിനെ ലേബർ സ്യൂട്ട് റൂം എന്ന് പറയാറുണ്ട്, പക്ഷെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് സ്വീറ്റ് റൂം ആട്ടോ. പ്രധാനമായിട്ട് ഇവിടെയുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻ്റ് അല്ലെങ്കിൽ അമ്മയാകാൻ പോകുന്ന ആള് കിടക്കുന്ന ഈ ബെഡ് തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ ചില സിനിമകളിലോ അല്ലെങ്കിൽ ചില വീഡിയോസിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രത്യേക കാലൊക്കെയുള്ള ഈ ബെഡ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ലേബർ സ്വീറ്റ് റൂമിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാർട്ട്ണറുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ അമ്മയോ ആരെങ്കിലും കൂടെ ഉണ്ടാവും. ഒരു ഡെലിവറി റൂം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ റൂം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ഒരു ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അമ്മയുടെ കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം സ്റ്റിച്ച് ഇടാനൊക്കെ കറക്റ്റ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ലൈറ്റാണിത്. അതിനപ്പുറത്തേക്ക് ഇതിന് പേടിപ്പിക്കുന്ന ഒരു കാര്യമില്ല കേട്ടോ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് മാത്രമാണിത്. സാധാരണ നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഒരു പ്രസവ മുറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു ഓർമ്മയായിട്ടായിരിക്കും അല്ലേ? കാരണം ചുറ്റും നിൽക്കുന്നത് മാസ്ക് ഇട്ട ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ, ഒരു അടഞ്ഞ മുറി, ഇരുണ്ട വെളിച്ചം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ഓർമ്മയായിരിക്കും അല്ലേ വരിക എന്ന് പറയുന്നത്. പക്ഷെ ഇത് കണ്ടോ, ഇതാണ് ലേബർ സ്വീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പേടിക്കാൻ ഒന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് TV വരെ കണ്ടുകൊണ്ട് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാം. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കുക നമ്മുടെ പാർട്ട്ണർ ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ അമ്മയായിരിക്കും. അവര് ത്രൂ ഔട്ട് ദ ഡെലിവറി പ്രോസസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ബൈസ്റ്റാൻഡർ ബെഡിലുണ്ടാവും, നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് സമാധാനം നൽകും. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ലേബർ സ്വീറ്റിൽ പ്രസവിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷം നൽകുന്ന എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. അമ്മയാകാൻ പോകുന്നവർക്കും അമ്മയാകാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പാർട്ട്നേഴ്സിനും ഭർത്താക്കന്മാരും ഒക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലേബർ സ്വീറ്റ് എന്ന് തോന്നി. കാരണം ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് എന്നും ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാർട്ട്ണറോട് കൂടി അല്ലെങ്കിൽ നമ്മുടെ അമ്മയോട് കൂടി നമ്മുടെ എല്ലാ ടെൻഷൻസും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വളരെ സമാധാനപരമായി പ്രസവിക്കുന്ന ഒരവസ്ഥ. അതാണ് ലേബർ സ്വീറ്റ് റൂം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ എനിക്കിഷ്ടമുള്ള TV-യിലെ പ്രോഗ്രാം കണ്ട് എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ചെറിയ വേദന ഇടയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ അമ്മയുടെ കംഫർട്ടിൽ വളരെ സമാധാനപരമായിട്ടിരിക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഫീലാണ് ലേബർ സ്വീറ്റ് റൂം നമുക്ക് നൽകുന്നത്. സംഭവം അടിപൊളിയല്ലേ? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് ആരെയായിരിക്കും? ഒന്നുകിൽ നമ്മുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ പാർട്ട്ണറെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അമ്മയായിരിക്കും. അതുമല്ല മറ്റു ചില സമയങ്ങളിൽ നമ്മുടെ അച്ഛനെയോ സിബ്ലിങ്സിനെയോ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഡെലിവറി എന്ന് പറയുന്ന ആ വലിയ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇവരെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂരിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരവുമുണ്ട്. തൊട്ടടുത്ത് തന്നെ റോയൽ സ്വീറ്റ് റൂമുണ്ട്.
അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ അമ്മയോ നിങ്ങളുടെ കൂടെ ലേബർ സ്വീറ്റിൽ നിൽക്കുമ്പോൾ അവരെ എല്ലാവരെയും നമുക്ക് അപ്പുറത്തെ മുറിയിലിരുത്താം. നമ്മുടെ ഈ പ്രോസസ്സിന് ശേഷം എല്ലാവർക്കും നമ്മളെ വന്ന് കയറി കാണാനും നമ്മളെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇഷ്ടമുള്ളവർ, നമുക്ക് വേണ്ടവർ, നമുക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. നമുക്ക് അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ വേദന എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ലാതെ മാറുകയാണല്ലേ. ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പെയിനുകളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. ആ പെയിനിനെ പോലും പെയിൻ അല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. അതിനുള്ള ഒരു സംവിധാനം ലേബർ സ്വീറ്റ് റൂം തീർച്ചയായും നൽകുന്നുണ്ട്. അപ്പോൾ ലേബർ സ്വീറ്റ് റൂമിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓടി പരിചയപ്പെടുത്തി തരാം. സ്വാഭാവികമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അമ്മയാകാൻ പോകുന്ന ആൾ കിടക്കുന്ന ബെഡ് തന്നെയാണ്. ഈ ബെഡിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രസവം അടുക്കാറായി എന്ന് വരുമ്പോഴേക്കും നമ്മുടെ ഈ ബെഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ മാക്സിമം കംഫർട്ടബിൾ ആക്കാനുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കാർഡിയാക് മോണിറ്റർ ആണ്. അതായത് അമ്മയുടെ ഹാർട്ട് ബീറ്റ്, പൾസ്, ഓക്സിജൻ സാച്ചുറേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് ആ കാണുന്ന മോണിറ്ററിലാണ്. അപ്പോൾ ഇതാണ് ഇൻഫ്യൂസിങ് പമ്പ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പെയിൻ വന്നിട്ടില്ല, അപ്പം നമ്മൾ മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ കൊടുത്താണ് പെയിൻ വരുത്തുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഈ ഓക്സിറ്റോസിനൊക്കെ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഈ ഒരു ഇൻഫ്യൂസിങ് പമ്പിലൂടെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോൺ സ്ട്രെസ് ടെസ്റ്റ് അല്ലെങ്കിൽ CTG മെഷീൻ എന്ന് പറയുന്നതാണ്. ഇതിലൂടെയാണ്, ഈ ഒരു മോണിറ്ററിലാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 മെഷീൻസ് ആയിരിക്കും ആകെ ലേബർ സ്വീറ്റ് റൂമിലെ മെഷീൻസ് എന്ന് പറയാനായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും കുറച്ച് പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയി മാറുകയാണ് അല്ലേ. അങ്ങനെ നമുക്ക് വളരെ കംഫർട്ടബിളായി, നമുക്ക് വളരെ സന്തോഷം നൽകി സമാധാനം നൽകുന്ന ആളുകളുടെ സാന്നിധ്യത്തിലുള്ള ഡെലിവറിക്ക് ശേഷം നമ്മുടെ കുഞ്ഞു വാവയെ കിടത്തുന്ന ഏരിയ ആണിത്. അതായത് നമ്മുടെ വയറ്റിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൃത്യമായ ടെമ്പറേച്ചറിൽ കിടന്നിരുന്ന വാവയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ ഈ ഒരു റേഡിയൻറ്റ് ഹീറ്റ് വാർമറിൽ കിടത്തി വാവയുടെ മൂവ്മെൻറ്റുകൾ, ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ഏരിയ കൂടിയാണ് ഈ ഒരു റേഡിയൻറ്റ് ഹീറ്റ് വാർമർ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രസവം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ സാന്നിധ്യത്തിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് മാറ്റുന്ന, അതിനുശേഷം കുഞ്ഞിനെ നമ്മുടെ അതേ മുറിയിൽ തന്നെ നമ്മുടെ ആ ഒരു കൺവെട്ടത്ത് തന്നെ കുഞ്ഞുവാവയും കിടത്തുന്ന എല്ലാവിധ എക്സ്പീരിയൻസുകളുമാണ് ഒരു ലേബർ സ്വീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരമൊരു എക്സ്പീരിയൻസ് ആണ് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂരിലെ ഈ ഒരു മുറി നൽകുന്നത്. അപ്പോൾ ആക്ച്വലി ഡെലിവറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പെയിൻഫുൾ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ആ പെയിനെ പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളുമാണ് ഒരു ലേബർ സ്വീറ്റ് റൂം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത്തരമൊരു എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത്തരമൊരു സൗകര്യം എല്ലാ തരത്തിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.